ലോക സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബാഹുബലി ഇപ്പോ. 2 വർഷം ബാഹുബലിക്ക് കാത്തിരുന്നതുപോലെ അല്ലെങ്കിൽ അതിലും ഉപരി കാത്തിരിക്കുന്ന അടുത്ത ചിത്രമാണ് 1000 കോടിയിലൊരുങ്ങുന്ന ചിത്രം മഹാഭാരതം. ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതോടെ സിനിമാ പ്രേമികളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. മോഹൻലാൽ പ്രധാന കഥാപാത്രം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന മറ്റു താരങ്ങൾ ആരൊക്കെ ആയിരിക്കും എന്ന ആകാംക്ഷയിലാണ് ഇപ്പോ എല്ലാവരും. മഹാഭാരതം കാത്തിരുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ബാഹുബലിയായി നമ്മളുടെ മനസ്സിൽ ഇടം പിടിച്ച പ്രഭാസും 2ാം ഊഴത്തിലെത്തുന്നു. ബാഹുബലിയിലെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ടാണ് പ്രഭാസിനെ മഹാഭാരതത്തിലേക്ക് ക്ഷണിച്ചത് എന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ. സംവിധായകനോ മറ്റുള്ളവരോ ഈ വാർത്തയെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. MT വാസുദേവൻ നായരുടെ 2ാം ഊഴം സിനിമയാകുമ്പോൾ അത് സംവിധാനം ചെയ്യുന്നത് ശ്രീകുമാർ മേനനാണ്. മോഹൻലാൽ ഭീമന്റെ വേഷം ഉപേക്ഷിച്ചാൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഭാസ് ഒരിക്കൽ പറഞ്ഞിരുന്നു. ബാഹുബലിക്ക് ശേഷം സുജീത് സംവിധാനം ചെയ്യുന്ന സഹോയിലാണ് പ്രഭാസ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഏതായാലും കണ്ടറിയാം കൗരവ പക്ഷത്താണോ പാണ്ഡവ പക്ഷത്താണോ പ്രഭാസ് എത്തുന്നതെന്ന്. ബാഹുബലി എന്ന ചിത്രത്തിലെ നായകനെ മാത്രമല്ല ഭലാലദേവൻ എന്ന വില്ലനെയും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രേക്ഷകർ. റാണ ദഗബഡിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ക്യാരക്ടേഴ്സിൽ ഒന്നായിരിക്കും ഭലാലദേവൻ. ബാഹുബലി 2 ഒരു കൺക്ലൂഷനായല്ല തനിക്ക് തോന്നുന്നതെന്നും ഇന്ത്യൻ സിനിമയിൽ വലിയ മുതൽ മുടക്കുള്ള സിനിമകൾക്ക് ഒരു തുടക്കമാകും ഇതുമെന്നും ദഗബഡി ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നു. മലയാള സിനിമയിലെ തന്റെ പ്രിയ നായകനെ കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മലയാള സിനിമയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ താൻ കണ്ട സിനിമകളിലൊന്നും വില്ലൻ ഇല്ലായിരുന്നു, പകരം ദുൽഖർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തനിക്ക് ദുൽഖറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ദുൽഖറിന്റെയാണ് കൂടുതൽ സിനിമയും കണ്ടിരിക്കുന്നത്. ദുൽഖർ അഭിനയിച്ച ബാംഗ്ലൂർ ഡേയ്സിന്റെ തമിഴ് വേർഷനിൽ റാണ അഭിനയിച്ചിട്ടുണ്ട്. ഫഹദ് ചെയ്ത ക്യാരക്ടറാണ് റാണ തമിഴിൽ ചെയ്തത്. ബാഹുബലി എന്ന നായകനൊപ്പം പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെട്ട ഭലാലദേവൻ എന്ന പ്രതിനായകനെ കുറിച്ചുള്ള റാണയുടെ വിലയിരുത്തൽ ഇങ്ങനെയാണ്: ഹോളിവുഡിൽ നിന്നുള്ള വമ്പൻ പ്രൊഡക്ഷനുകൾ ഏറ്റെടുത്താലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒക്കെ എടുത്താലോ നായകന്മാർക്കൊപ്പം പ്രാധാന്യമുള്ളവരാണ് പ്രതിനായകന്മാർ. രാവണനും ദുര്യോധനും ഒക്കെ ആ കൂട്ടത്തിലുണ്ടല്ലോ. എന്തായാലും ബോക്സ് ഓഫീസ് കളക്ഷന്റെ ചരിത്രം തിരുത്തി കുറിച്ച ബാഹുബലി 2 ദി കൺക്ലൂഷൻ 500 കോടിയാണ് റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്തത്.